ക്ലാസ് തുടങ്ങി വെച്ച ഫിസിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിസിറ്റിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിയോറിറ്റിക്കായിട്ടുള്ള പാർട്ടൊക്കെ കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കുറച്ച് ന്യൂമറിക്കൽസും കാര്യങ്ങളാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം തിയറി എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ചെയ്യാൻ എളുപ്പമായിരിക്കും. ആരെങ്കിലും മുന്നത്തെ ഭാഗം മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പാർട്ട് 1 കണ്ടിരിക്കണം, എന്നാലാണ് ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, വെൻ ദ കറൻറ്റ് വാസ് ഡബിൾഡ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ ബിക്കം 4 times. ഇഫ് സോ വാട്ട് ഹാപ്പൻസ് ടു ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് ദ കറൻറ്റ് ഈസ് ഹാഫ്ഡ്. അപ്പോൾ നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പഠിച്ച എന്തായിരുന്നു ഫോർമുല? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു I² RT. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താ വെച്ചാൽ, കറണ്ടിൻ്റെ അളവ് നമ്മൾ കൂട്ടുമ്പോൾ, അതായത് ഇപ്പോൾ കറണ്ട് I ആയിരുന്നെങ്കിൽ അത് ഡബിൾ ആക്കുകയാണ്, 2I ആക്കുകയാണ്. ഓക്കെ, 2I² RT ആയിട്ട് മാറും. അപ്പോൾ ടോട്ടൽ കറണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് എത്രയായിരിക്കും? 4I² RT എന്നായി, അല്ലേ? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് 4 ഇരട്ടിയായി മാറി. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം കറണ്ടിൻ്റെ അളവ് പകുതിയാക്കാം, അതായത് I² RTൻ്റെ പകരം I/2 ദ ഹോൾ സ്ക്വയർ RT, അല്ലേ? എങ്ങനെയല്ലേ വരിക? I/2 ദ ഹോൾ സ്ക്വയർ, കറണ്ടിൻ്റെ പകുതിൻ്റെ സ്ക്വയർ. അപ്പം I² 2ൻ്റെ സ്ക്വയർ 4R ഇൻറ്റു T. അപ്പം ഇത് നമ്മൾ ഫ്രാക്ഷൻ മാത്രം സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1/4 I² RT. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, 1/4 ആവും, കാൽഭാഗമായിട്ട് കുറയും, അല്ലേ? നമ്മൾ കറണ്ട് ഡബിൾ ആക്കുമ്പം 4 times ആയി ഹീറ്റ്, നേരെ മറിച്ച് കറണ്ട് പകുതി ആക്കുമ്പം അതിൻ്റെ 1/4 ആയിട്ട് കുറയും, 1/4 I² RT ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ഹീറ്റിംഗ് അപ്ലയൻസസ് ഓപ്പറേറ്റിംഗ് അറ്റ് 230 volt is 920, what is the quantity of heat produced in 10 minutes? ഒരു ന്യൂമറിക്കലാണ്. ആ ന്യൂമറിക്കൽ നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം എന്തൊക്കെയാണ് തന്നതെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പം നമ്മളടുത്ത് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓപ്പറേറ്റിംഗ്, വി ആണ് തന്നത്, അല്ലേ? വി ഈസ് ഈക്വൽ ടു 230 വോൾട്ടും തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 920 ohms, അതും തന്നിട്ടുണ്ട്. ടൈം നമുക്ക് തന്നത് 10 minutes ആണ്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് മിനിറ്റ്സിനെ എപ്പോഴും എന്തിലേക്ക് മാറ്റണം? സെക്കൻഡ്സിലേക്ക് മാറ്റണം. അപ്പോൾ 1 minute എന്ന് പറഞ്ഞാൽ 60 seconds ആണ്. അപ്പോൾ 10 minutes എത്രയായിരിക്കും? 10 × 60, 600 seconds ആയി, 600 seconds ആയി, അല്ലേ? 600 seconds. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? ഹീറ്റാണ്. അപ്പോൾ ഹീറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയുന്ന ഫോർമുല എന്താ? I² RT. ഹീറ്റ് ഈസ് ഈക്വൽ ടു I² RT എന്ന് പറഞ്ഞ ഫോർമുല നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ ഇവിടെ R, അതേപോലെ തന്നെ T ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ I തന്നിട്ടില്ല, I നമുക്ക് തന്നിട്ടില്ല. അപ്പം ഒന്നെങ്കിലും നമ്മൾ അതിനെ ഓംസ് ലോ പ്രകാരം I കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഓംസ് ലോ പഠിച്ചിട്ടുണ്ട്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഹീറ്റ് ജനറേറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? ഹീറ്റ് ജനറേറ്റഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. യെസ്, അപ്പം 2 മെത്തേഡ് ഉണ്ട്. അതിൽ വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു വഴിയുണ്ട്, V ഈസ് ഈക്വൽ ടു IR. ഓംസ് ലോ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് I കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി? I ഈസ് ഈക്വൽ ടു V/R എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്, അതിലേക്ക് മാറ്റിയാൽ മതി. അപ്പം ഇവിടെ അതിൻ്റെ പകരം നമുക്ക് എന്ത് കൊടുക്കാം? V/R ദ ഹോൾ സ്ക്വയറിന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ I കണ്ടുപിടിച്ചിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഇപ്പോൾ 230, ഞാനിപ്പം I കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, 230 ഡിവൈഡഡ് ബൈ R എത്രയാണ്? 920. അപ്പോൾ ഈ 2 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എളുപ്പത്തിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. 23 × 4 92 ആണ്. ഓക്കെ, 23 1 ടൈം, 92 4 ടൈം. ഓക്കെ, അപ്പം 1/4 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടിയത്. I ഈസ് ഈക്വൽ ടു
1/4 ആംപിയർ. പക്ഷേ നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ്റെ കാട്ടിയും അതിനെ ഡെസിമലാക്കി മാറ്റാൻ എഴുതുന്നത് നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രാക്ഷൻ വെച്ചാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ എളുപ്പം അതേപോലെ. അപ്പോൾ നമ്മളിതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ എഴുതുക എങ്ങനെയാണ്, 4 ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് 4 ആണ്, 1 ഉള്ളിലാണ് ഇടുന്ന ബോക്സിൻ്റെ. അപ്പോൾ 1 ചെറുതായതുകൊണ്ട് നമ്മൾ 0 പോയിൻ്റ് ഇട്ടിട്ട് 4 2s are 8, 20 ആക്കി 5. ഇപ്പോൾ കാൽഭാഗം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് 0.25 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1/4 എടുക്കാം, അല്ലെങ്കിൽ 0.25 ആംപിയറിന് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. ഇനി നമ്മൾ ഹീറ്റ് ജനറേറ്റഡ് എത്ര വരുന്നത് ഇസ് ഈക്വൽ ടു, ഞാൻ ഫ്രാക്ഷൻ എടുക്കുകയാണ്, അപ്പോൾ 1/4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് 920 ഇൻറ്റു ടൈം നമ്മളിവിടെ എഴുതി വെച്ചാണ് 600 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഇനി 1/4 ദ ഹോൾ സ്ക്വയർ എന്നാൽ 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 4ൻ്റെ സ്ക്വയർ 16 ഇൻറ്റു 920 ഇൻറ്റു 600. അപ്പം ഞാനിവിടെ 2 കൊണ്ട് കട്ട് ചെയ്ത് ചെറുതാക്കുന്ന മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 16ൽ, അതായത് 16 ഡിവൈഡഡ് ബൈ 2 8 ആണ്. അതേപോലെ ഇവിടെ ഞാൻ 920നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 4 12ൽ 6 416 വരും. ഓക്കെ, പിന്നെ വീണ്ടും നമുക്ക് ചെറുതാക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ മെത്തേഡ് അറിയില്ലെങ്കിൽ ഇൻറ്റു ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പമായിട്ട് ഞാനിവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 4 8ൽ 2 ടൈം 4 600ൽ 1 5 0 ടൈംസ് പോവും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീണ്ടും 2 460ൽ 2 3 0 ടൈംസ് പോവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെറുതാക്കിയിട്ട് ഇപ്പോൾ ബാക്കി എന്താണുള്ളത് ഇവിടെ 230 ഇൻറ്റു 150 എന്നായി ചെറുതായി. നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ സൈഡ് ചെയ്യാം, 230 ഇൻറ്റു 150. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. 500 5 3s are 15, 5 2s are 10 plus 1 11, 100 1 3s are 3, 1 2s are 2, 0054. അപ്പം 34,500 ജൂൾസിന് കിട്ടി. ഇതാണ് നമ്മളുടെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. ഇതിനെ ലാർജർ യൂണിറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. കിലോ ജൂൾസ് എന്ന് പറയും. കിലോ ജൂൾസിൽ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അത് 34.5 കിലോ ജൂൾസ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയും നമുക്ക് ഹയർ യൂണിറ്റിലേക്ക് മാറ്റാം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യം, ഇഫ് 7500 joules of heat is produced in 30 seconds in a conductor having 250 ohms resistance, what is the conductor through the conductor? അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തൊക്കെയാണ് തന്നതിലൂടെ എഴുതി വെക്കാം. അപ്പം ഹീറ്റ് എത്ര ജനറേറ്റ് നമുക്ക് എച്ച് തന്നിട്ടുണ്ട്, എത്രയാണ് 7500 ജൂൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ടൈം തന്നത് 30 സെക്കൻഡ്സ്, റെസിസ്റ്റൻസ് 250 ഓം. നമുക്ക് കണ്ടുപിടിക്കേണ്ടതോ ഐ ആണ് അല്ലേ? എത്രയാണ് ഐ എന്ന് കണ്ടുപിടിക്കണം. വീണ്ടും നമ്മളുടെ ഫോർമുല ചെയ്താൽ H is equal to I square RT. അപ്പോൾ 7500 is equal to I square into 250 into 30. അപ്പം I square is equal to ആക്കുമ്പം ഈ 7500 അവിടെ തന്നെ, ഇവിടെ എല്ലാം ഈ 250യും 330 ഒക്കെ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. ഇത് നമ്മൾ നേരെ ഈക്വൽസിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പം മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഇതെല്ലാം എന്താവും, ഡിവിഷനിലേക്ക് വരും. ഓക്കെ, അപ്പോൾ 250 ഇൻറ്റു 30. അപ്പോൾ ഈ 2 0 ക്യാൻസൽ ചെയ്ത് അപ്പോൾ നമുക്ക് ബാക്കി 75/25 ഇൻറ്റു 3. പിന്നെ 75നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 7ൽ 2 ടൈം പോവും. 7 - 6 1 15ൽ 25 ടൈംസ്. അപ്പോൾ അവിടെ 25 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിലുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ നോക്കി ചെയ്യാം. അപ്പോൾ 1 എന്നാണ് ഇവിടെ വരിക. അപ്പോൾ നമ്മളുടെ കറണ്ട് I square is equal to 1. I square equal to 1. അപ്പോൾ I equal to √1 ആണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ √1ൻ്റെ വാല്യൂ എത്ര തന്നെയാണ്, 1 തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ആൻസർ എത്രയാണ്, I is equal to 1 ആംപിയർ. നമ്മളിപ്പോൾ ഇവിടെ I square ആണ് നമുക്ക് കിട്ടിയ ആൻസർ അല്ലേ. അപ്പോൾ ഈ എന്തായിരിക്കും, √ നമുക്ക് കിട്ടിയ വാല്യൂ √1 എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ റൂട്ട് ചെയ്താൽ 1 ആംപിയറിന് എഴുതിയത്. ക്ലിയർ ആയല്ലോ? ഇനി
Calculate the quantity of heat produced if 2 ampere current flows for 10 minutes through a heating coil of an electric kettle having 100 ohm resistance. വീണ്ടും നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇഫ് 2 ആംപിയർ കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ അളവ് എത്രയാണ്? 2 ആംപിയർ ആണ്. 2 ആംപിയർ കറണ്ട്. ടൈം മിനിറ്റ്സ് ആണ്. വീണ്ടും നമ്മൾ മിനിറ്റ്സ് എന്തിലേക്ക് മാറ്റണം? സെക്കൻഡ്സിലേക്ക് മാറ്റണം. മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 60 ചെയ്യുക. അപ്പോൾ 10 ഇൻറ്റു 60 വീണ്ടും 600 സെക്കൻഡ്സായി. അതവിടെ നോട്ട് ചെയ്തു. പിന്നെ റെസിസ്റ്റൻസ് നമുക്ക് തന്നത് 100 ഓം. അല്ലേ? അപ്പം നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എച്ച് ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഐ സ്ക്വയർ 2 ഇൻറ്റു 2 അല്ലേ? ഐ സ്ക്വയർ ഇൻറ്റു 100 ഇൻറ്റു 600. അപ്പോൾ 4 ഇൻറ്റു 100ഉം 600ഉം കൂടി ചേർന്നാൽ 40 കൂടി ആവും. അപ്പം ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 6 4s are 24ഉം 40 അത്രയും ജൂൾസ് ആയിരിക്കും അല്ലേ? 2,40,000 ജൂൾസ് ആണ് വരുന്നത്. ഇതിനെ കിലോ ജൂൾസിലേക്ക് മാറ്റണമെങ്കിൽ വലിയ യൂണിറ്റ് ക്വാണ്ടിറ്റി അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ കിലോ ജൂൾസിലേക്ക് മാറ്റണം. എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. 3 0 ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 240 കിലോ ജൂൾസ് എന്നാണ്. ഓക്കെ, ലാർജർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 230 volt is applied across a circuit for 5 minutes. If the resistance in the circuit is as given below, calculate the current and heat in each case. നമുക്ക് 2 കേസാണ്. അതിൽ ആദ്യത്തെ കേസിൽ റെസിസ്റ്റൻസ് 115 ഓമും രണ്ടാമത്തെ കേസിൽ റെസിസ്റ്റൻസ് 230 ഓംസുമാണ്. അപ്പോൾ ഈ 2 കേസിലും നമുക്ക് അവിടെ കറണ്ട് എത്രയാണ്, ഹീറ്റ് എത്രയാണ് ജനറേറ്റ് ചെയ്യുന്നത് അതും രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നേരത്തെ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഒരു ഐ കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കേസ് 1ൽ വി 230 വോൾട്ട്, ടൈം 5 minutes. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? 5 minutesനെ സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പം 5 ഇൻറ്റു 60 300 സെക്കൻഡ്സിനായി. റെസിസ്റ്റൻസ് ആദ്യത്തെ കേസിൽ ഇവിടെ എത്ര എടുക്കേണ്ടത്? 115 ഓംസാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഐ ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. ഐ ഈസ് ഈക്വൽ എന്താണ് വരിക? വി ബൈ ആർ ആണ് വരിക. അപ്പം നമ്മളിവിടെ വീൻ്റെ പകരം 230 എടുത്ത് ആർ എത്രയാണ്? 115 ആണ്. അപ്പം നമുക്കറിയാം 115 ജസ്റ്റ് ഡബിളാണ് 230. അപ്പോൾ 115 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 230 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മളിവിടെ കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ്. അപ്പോൾ ഇതിന് ഹീറ്റ് ജനറേറ്റഡ് എത്രയാണ്? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി 2 സ്ക്വയർ ഇൻറ്റു 115 ഇൻറ്റു 300. അപ്പം 4 ഇൻറ്റു 115 ഇൻറ്റു 300. 4 ഇൻറ്റു 115 ചെയ്താൽ 5 4s are 26 460 ഇൻറ്റു 300. 460 ഇൻറ്റു 300 ചെയ്താൽ ഞാനിവിടെ എളുപ്പത്തിൽ ചെയ്യാം. 2 zeros 300 6 3s are 18 4 3s are 12 plus 1 13800 1,38,000 ജൂൾസിന് കിട്ടി. ഫസ്റ്റ് കേസിൽ എച്ച് ഈസ് ഈക്വൽ ടു 1,38,000 ജൂൾസ്, ഓർ നമ്മളതിനെ ചെയ്യുമ്പോൾ 138 കിലോ ജൂൾസിന് വരും. ഓക്കെ, അതിലേക്ക് ചെയ്യണമെന്നുള്ള നിർബന്ധമില്ല. ഇനി കേസ് 2. ഓക്കെ, ഇനി കേസ് 2. കേസ് 2ൽ നമ്മൾ വീണ്ടും എഴുതി വെക്കുക. വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട്, ടൈം മാറ്റമില്ല 300 സെക്കൻഡ്സ്. റെസിസ്റ്റൻസ് എത്രയാണ് നമ്മൾ എടുക്കേണ്ടത്? ഇവിടെ 230 ഓം ആണ് അല്ലേ? റെസിസ്റ്റൻസ് 230 ഓം. ഇനി നമുക്ക് ഐ കണ്ടുപിടിക്കണം. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. വി എത്രയാണ്? 230 ആണ്. ആറും 230 ആണ്. അപ്പോൾ 230 ബൈ 230 എത്രയായി? 1 ആംപിയർ അല്ലേ? കറണ്ട് 1 ആംപിയർ ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഐ 1 സ്ക്വയർ ഇൻറ്റു 230 ഇൻറ്റു 300. അപ്പോൾ 1 സ്ക്വയർ 1 തന്നെ 230 ഇൻറ്റു 300 ചെയ്താൽ 3 3s are 9 3 2s are 6 അല്ലേ? 69,000
ജൂൾസ് ആണ് നമുക്ക് എന്ത് കിട്ടുക അവിടെ സെക്കൻഡ് കേസിലത്തെ ഹീറ്റ് കിട്ടുക 69,000 ജൂൾസ്. അപ്പം ഇവിടെ നിങ്ങൾ കണ്ടോ റെസിസ്റ്റൻസ് 115 ഉള്ളത് 230 ഇരട്ടിയാക്കിയപ്പം റെസിസ്റ്റൻസ് ഇരട്ടിയാക്കിയപ്പം ചൂട് എന്തായി, ഹീറ്റ് ജനറേറ്റർ എന്തായി, ഹാഫായിട്ട് കുറഞ്ഞു അല്ലേ, ഹാഫായിട്ട് കുറഞ്ഞു. റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കുറയും, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്തായിരിക്കും, കുറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ 2 സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ സർക്യൂട്ട്സ് ഗിവൺ ബിലോ, കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ഇൻ 5 minutes. അതിൻ്റെ ടേബിളും. അപ്പം ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ ഓൾറെഡി നമുക്ക് ഗിവൺ ആണ്, H=I²RT. അവിടെ 0.25 ആംപിയർ ആണ് കറണ്ട്, 48 ohms ആണ് റെസിസ്റ്റൻസ്. 5 minutes എത്രയാണ്, 5 × 6 60 ചെയ്തപ്പോൾ നമുക്ക് 300 seconds ആയി, 900 joules ആയി. ഓക്കെ, ഇനി സെക്കൻഡ് ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ I 0.5 ആംപിയർ ആണ് അല്ലേ, 0.5 × 0.5 ഇൻറ്റു നമ്മളുടെ റെസിസ്റ്റൻസ് എത്രയാണ്, 24 ആണ്, 5 minutes ആണ്. അപ്പം വീണ്ടും ഇൻറ്റു 300. അപ്പോൾ 0.5 × 0.5 5 × 5 25 ആണ്. അപ്പോൾ 0.5 × 0.5 0.25 എന്നാണ് വരിക. എന്തുകൊണ്ടാണ് 0.25 ആയത്, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ ഒരു നമ്പർ, ഇവിടെയും പോയിൻ്റ് കഴിഞ്ഞ ഒരു നമ്പർ. അപ്പോൾ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് വരണം. ഓക്കെ, 25 × 24 × 300. അപ്പം നമുക്കിവിടെ സൈഡിൽ ചെയ്യാം. 25 × 24, പിന്നെ അവസാനം പോയിൻ്റ് ഇടാം. ഓക്കെ, 5 4s are 20, 4 2s are 8 + 2 10, 5 2s are 10, 2 2s are 4 + 1 5. ഇവിടെ 600 എന്ന് വന്നു. ഓക്കെ, 600. പിന്നെ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് ഉണ്ട്, 0.25 അല്ലേ. അപ്പോൾ 0.25 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 6.00, 2 പോയിൻ്റ് അങ്ങോട്ട് പോയി, 6.00 എന്ന് നമ്മൾ 6 എടുത്താൽ മതി. ഇനി ബാക്കിയുള്ളത് എന്താ അവിടെ, 6 × 300 = 1800 ജൂൾസ്. അപ്പോൾ ഇവിടെ പ്രത്യേകത കണ്ടോ, നമ്മൾ റെസിസ്റ്റൻസ് നേരെ പകുതിയാക്കി, കറണ്ട് കൂട്ടി, അപ്പോൾ എന്തായി, ഹീറ്റ് ജനറേറ്റഡ് അവിടെ ഇരട്ടിയായി, ഡബിളായി. ഓക്കെ, ഇനി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്, ഇവിടെ നമ്മളുടെ കേസിൽ I മാറ്റമല്ല, I എത്ര തന്നെയാണ്, I 1 ആംപിയർ മാറ്റിയിട്ടുണ്ട്, 1 ആംപിയർ. അപ്പോൾ 1 × 1 × 6 12 ohm ആയി, ടൈം 300 തന്നെ. അപ്പം ഇവിടെ കറണ്ട് 1 ആംപിയർ കറണ്ട് കൂട്ടി, റെസിസ്റ്റൻസോ ഒന്നും കൂടി പകുതിയാക്കി. അപ്പം ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം 3 2s are 6, പിന്നെ 2 3600 ജൂൾസ്. അപ്പോൾ റെസിസ്റ്റൻസ് എത്ര കുറയ്ക്കുന്നോ ഇവിടെ ഹീറ്റ് ജനറേറ്റർ അത്രയും കൂടുന്നു. കറണ്ട് കൂട്ടുക, റെസിസ്റ്റൻസ് കുറയ്ക്കുക, അപ്പോൾ എന്തായി, ഹീറ്റ് ജനറേറ്റർ അത്രയും കൂടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി analyzing the completed table, answer the following questions. What is the difference in the quantity of heat in 5.6a and 5.6b? ഡിഫറൻസ് എത്രയാണ്, നമ്മൾ മൈനസ് ചെയ്താൽ 900 തന്നെ കിട്ടും അല്ലേ. ഡിഫറൻസ് എത്രയാണ്, 900 ആണ് വന്നത്. അപ്പോൾ അവിടെ ഹീറ്റ് എന്തായി, ഡബിളായി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്? അപ്പോൾ അവിടെ 900ൽ 1800 ആയി. അതിൻ്റെ അർത്ഥം എന്താ, ഹീറ്റ് ഡബിളായി, ഹീറ്റ് ഈസ് ഡബിൾഡ്. അവിടെ കറണ്ടിൻ്റെ അളവ് കൂട്ടി, റെസിസ്റ്റൻസ് കുറച്ചു, പകുതിയാക്കി, അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഡബിളായി. വൈ ഈസ് ദെയർ എ ഡിഫറൻസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദീസ് സർക്യൂട്ട്സ്? എന്തുകൊണ്ടാണ് ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസിൽ വ്യത്യാസം വന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റം വന്നതെന്നാണ് ചോദിച്ചത്. അതിന് കാരണം എന്താ, അവിടെ നമ്മൾ കണ്ടു, കറൻറ്റ് ഡബിളാക്കി, കറൻറ്റ് ഈസ് ഡബിൾഡ് and resistance is halved. റെസിസ്റ്റൻസ് പകുതിയാക്കി അല്ലേ, കറണ്ട് ഇരട്ടിയാക്കി, പിന്നെ റെസിസ്റ്റൻസ് എന്താക്കി, കറണ്ട് അവിടെ ഇരട്ടിയാക്കി, റെസിസ്റ്റൻസോ പകുതിയാക്കി. അപ്പം അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് എന്തായി, കൂടി. ഓക്കെ, അതാണ് എൻ്റെ കാരണം. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഇൻ 5.6? റെസിസ്റ്റൻസ് 5.6ൽ എത്രയാണെന്നാണ് ചോദിച്ചത്, 12 ohm. നേരത്തെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. റെസിസ്റ്റൻസ് എത്രയാണ്, R = 12 ohm ആണ്. ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ സോൾവ് ചെയ്തതെന്നുള്ളത്.
ഓക്കെ, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ. വാട്ട് ഈസ് ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ് ഇൻ ദ സർക്യൂട്ട് ഇൻ ഫിഗർ 5.6c? 5.6c നമ്മൾ കണ്ടിരുന്നു. ഏറ്റവും കൂടുതൽ 3600 ജൂൾസ് ആണ് അവിടെ ഉണ്ടായത് അല്ലേ. ലെസ് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ് ഇൻ ദ റെസിസ്റ്റർ ഓഫ് ഹൈ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഇൻ 5.6a. വൈ? എന്തുകൊണ്ടാണ് കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ ഹീറ്റ് പ്രൊഡ്യൂസ് കുറവായത്? എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ബിക്കോസ് when resistance increases, അവിടെ കറണ്ട് ഫ്ലോ എന്തായിരിക്കും? ദ ഫ്ലോ ഓഫ് കറണ്ട് ഡിക്രീസസ്, ഫ്ലോ ഓഫ് കറണ്ട് കുറയും. ഫ്ലോ ഓഫ് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് എന്ന് എഴുതിയാലും മതി. കറണ്ട് ഡിക്രീസസ്, ദസ് ഡിക്രീസിങ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പം അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എന്തായി? കുറവായി. ക്ലിയർ ആയല്ലോ? among these circuits in which resistor is the maximum quantity of heat produced? maximum quantity of heat produced ഏതാ? 12 ohm റെസിസ്റ്ററിൽ അല്ലേ? മാക്സിമം amount of heat അതിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇനി വാട്ട് ആർ യുവർ ഇൻഫറൻസസ്? ഇത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫറൻസ് എന്താണ്? അപ്പോൾ ഇൻഫറൻസ് മുകളിൽ നമ്മൾ എഴുതി. വാട്ട് ആർ ഇൻഫറൻസസ്? ഇൻഫറൻസ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് വെൻ resistance increases, heat produced decreases. എന്തുകൊണ്ടാ? because current flow decreases. ഇതാണ് അതിൻ്റെ നമുക്ക് കിട്ടിയ ഇൻഫറൻസ്. അപ്പം ഇവിടെ നമ്മൾ ഇഫ് ദ വോൾട്ടേജ് ഇസ് കോൺസ്റ്റൻറ്റ് വെൻ ദ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് ഇസ് ഡിക്രീസ് കറണ്ട് ഇൻക്രീസസ് ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ഇൻക്രീസസ്. ഇത് വേറൊരു ഇൻഫറൻസ്. വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് വെക്കുക, റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് കൂടും, കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് എന്താവും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, രണ്ടും അതിന് എനിക്ക് ആൻസർ ചെയ്യാം. ഇനി if the voltage remains constant, what change will occur in the quantity of heat produced when the resistance varies? Explain based on Joule's law. അപ്പം വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് വെച്ചു, നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസിൽ എന്ത് മാറ്റം വരും? റെസിസ്റ്റൻസ് മാറുകയാണെങ്കിൽ. എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ജൂൾസ് ലോ. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഇപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പം നമ്മൾ ന്യൂമറിക്കൽസിലൊക്കെ കണ്ടു. അപ്പം ജൂൾസ് ലോ പ്രകാരം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഞാൻ കാണിച്ചു തരാം. H ഈസ് ഈക്വൽ ടു I² RT ആണ് വരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ കറണ്ടിൻ്റെ കാര്യം നമ്മുടെ അടുത്ത് പറയുന്നില്ല. നമ്മുടെ അടുത്ത് പറയുന്നത് വോൾട്ടേജിൻ്റെ കാര്യം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഐൻ്റെ പകരം അവിടെ എന്താക്കണം? വോൾട്ടേജിന് വരുത്തണം. അപ്പം നമുക്കറിയാം I ഈസ് ഈക്വൽ ടു V/R. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെ ഐൻ്റെ പകരം V/R എടുക്കുകയാണെങ്കിൽ V/R the whole square into RT എന്ന് വരും. അതായത് V²/R² ഇൻറ്റു R ഇൻറ്റു T എന്ന് വരും. ഇങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ആറും ക്യാൻസലാവും, ഇവിടെ ഒരു 2 അങ്ങോട്ട് കട്ട് ചെയ്യുക, അപ്പോൾ ബാക്കി ഒരു R. അപ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ഇസ് ഈക്വൽ ടു V²/R ഇൻറ്റു T എന്നാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ വോൾട്ടേജ് നമ്മൾ മാറ്റുന്നേ ഇല്ല. വോൾട്ടേജ് നമ്മളവിടെ കോൺസ്റ്റൻ്റ് ആയി വെക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവാം. ഇതിൻ്റെ മീനിങ് എന്താ? ഇവിടെ ബൈ വന്നു കഴിഞ്ഞാൽ ഇതിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആക്കാം. ഇവിടെ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? H ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു V²RT എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ വോൾട്ടേജ് നമ്മൾ കോൺസ്റ്റൻ്റ് വെക്കുമ്പം വോൾട്ടേജ് അവിടെ കോൺസ്റ്റൻ്റ് വെക്കുകയാണെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ R വരുമ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ R കൂടുകയാണെങ്കിൽ ഹീറ്റ് ജനറേറ്റഡ് എന്താവും? കുറയും. ഇനി R കുറയാണെങ്കിൽ ഹീറ്റ് ജനറേറ്റഡ് എന്താവും? കൂടും. ഓക്കെ, അപ്പം ഇഫ് റെസിസ്റ്റൻസ് അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ജൂൾസ് ലോ പ്രകാരം നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതെന്താ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്? ഹീറ്റ് ജനറേറ്റഡ് വിൽ ബി ലെസ് വെൻ ദ റെസിസ്റ്റൻസ് ഇസ് മോർ
or heat generated will be more if resistance is less. അതാണ് നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇഫ് റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഡിക്രീസസ്, ഓർ if resistance decreases heat produced increases. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സമ്മറി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം. ഇതാണ് അതിൻ്റെ തിയോറിറ്റിക്കൽ പാർട്ട്. ഓക്കെ, അപ്പം അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വി കോൺസ്റ്റൻ്റ് ആയത് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ എന്തെടുത്തത്, 1 എടുത്തത്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് when voltage remains constant, heat produced is inversely proportional to the resistance. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഹീറ്റ് പ്രൊപ്പോസ് എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പറഞ്ഞാൽ ഇവിടെ ഞാൻ വരച്ച് കാണിച്ചല്ലേ, റെസിസ്റ്റൻസ് കൂടുമ്പം ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പം ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കൂടും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം ഇതോടെ നമ്മളുടെ ആ പാർട്ടിലത്തെ ന്യൂമറിക്കൽസ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു ഓൾ ഓഫ് യു.